വെൽക്കം ടു കൈതപ്പൊളി ചാനൽ. ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് ഞാനൊരു റിവ്യൂ ഇട്ടിരുന്ന്. ഞാൻ തൃശ്ശൂർ രാഗത്തിൽ ഫാൻ ഷോ കാണാൻ പോയിരുന്നു. റിവ്യൂ ഇട്ടിരുന്ന് ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ടാണ് പടം ഗംഭീരം. ഒരു ഗെയിമറും കമ്പനിയുമായിട്ടാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത്. അവസാന നിമിഷം വരെ ശ്വാസമടക്കി പടം കാണണം. നമ്മൾക്ക് ഇപ്പോൾ എന്താ സംഭവിക്കുക? സസ്പെൻസ്, ക്രൈം, ത്രില്ലർ, ആക്ഷൻ ഫിലിമാണ്. ഗൗതം വാസുദേവനും മമ്മൂട്ടിയും ആറാടുകയാണ് പടത്തിൽ. കൂടാതെ ഇതിലൊരു സസ്പെൻസ് നിറച്ചു വെച്ചിട്ടുണ്ട് ഈ പടത്തിൽ. നമ്മുടെ സിദ്ധാർത്ഥ ഭരതൻ്റെ കഥാപാത്രവും അടിപൊളിയായി. മേക്കിംഗ് ആണ് എടുത്ത് പറയേണ്ടത്. ഇത്രയും ഒരു പുതുമുഖ സംവിധായകൻ്റെ ഇത്രയും മികച്ചൊരു മേക്കിംഗ്. അതേമാതിരി BGM തകർത്തിട്ടുണ്ട്. പടം എന്തുകൊണ്ടും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. പടം നമ്മൾക്ക് കൊടുത്ത കാശ് ഒരിക്കലും പോകില്ല. ഈ വർഷത്തെ വിഷുവിൻ്റെ വിന്നർ നമ്മുടെ മമ്മൂട്ടിയുടെ ബസൂക്ക തന്നെയാണ്. ഈ ബസൂക്കയുടെ മേക്കിങ്ങിൻ്റെ മുന്നിൽ നമ്മുടെ ഒന്നുമല്ല. അത്രയും നല്ല ക്ലാരിറ്റിയുള്ള പടമാണ്. നമ്മൾക്ക് എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുക എന്ന് തോന്നുന്ന ഒരു രീതി. മമ്മൂട്ടിയുടെ സ്റ്റൈലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ കാണാത്ത സ്റ്റൈലാണ്. ഈ 72-ാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും ആക്ഷനും എടുത്തു പറയേണ്ടതാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ അവസാന എൻഡിൽ ഒരു ഗസ്റ്റ് റോളിൽ നമ്മുടെ ആറാട്ടണ്ണൻ വരുന്നുണ്ട്. ആറാട്ടൻ്റെ വരവ് കഴിഞ്ഞാൽ നമ്മൾ ചിറിച്ച് ആലോചിച്ച് ചിരിക്കുന്ന ജാതി റോളാണ് ആറാട്ടണ്ണൻ വിജിത്തത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഞങ്ങൾ തിയേറ്ററിൽ പോയി ഈ തൃശ്ശൂർ രാഗത്തിൽ പോയി ഞാൻ പടം കണ്ടതിന് ശേഷം രണ്ടാമത് ചിത്രത്തെ വരവേൽക്കാൻ അവിടെ പുലിക്കളി വീണ്ടും ഉണ്ട്. പിന്നെ വരുന്നത് ആ പുലിക്കളിയൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കൈതപ്പൊളി ചാനലിന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പടം കാണുക. ഓക്കെ.